ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരു അറിയപ്പെട്ട ആലിം മദീനയിലുള്ള ഷെയ്ഖ് അബ്ദുൾ റസാഖ് അൽ ബദർ ഹഫളഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരാളോട് ഈ കിതാബ് പഠിക്കാൻ വേണ്ടി പറഞ്ഞു, അർബഊൻ നവവിയ്യ, ഇത് ഹിഫ്ളാക്കാൻ പറഞ്ഞു. അങ്ങനെ അയാൾ ഇത് ഹിഫ്ളാക്കി. അയാളൊരു സാധാരണക്കാരനാണ്, ദീൻ പഠിക്കുന്ന വിദ്യാർത്ഥിയല്ല. അങ്ങനെ അദ്ദേഹം ഇത് ഹിഫ്ള് ചെയ്ത് സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന ആളാണ്, വേറൊരു രാജ്യത്ത് നിന്ന് വന്നിട്ട്. അങ്ങനെ ഈ ഹദീസുകൾ അദ്ദേഹം ഹിഫ്ളാക്കി, അതിൻ്റെ ഷറഹ് പഠിച്ചു, മനസ്സിലാക്കി. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ എന്തെങ്കിലും മസാല ചോദിച്ചാൽ അദ്ദേഹം അവർക്ക് പറഞ്ഞു കൊടുക്കും, ഇതിലൊരു ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അതിനുള്ള മറുപടി പറഞ്ഞു കൊടുക്കും. അങ്ങനെ ആളുകളൊക്കെ ഇയാളൊരു ആലിമാണ് എന്ന് വിചാരിച്ച് ഇയാളെടുത്ത് ഫത്വ ചോദിക്കാനൊക്കെ വരാൻ തുടങ്ങി എന്ന് അദ്ദേഹം പറയുമായിരുന്നു. ഷെയ്ഖിനോട് പറഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് അങ്ങനെ സംഭവിക്കാനുള്ള കാരണം? ഈ ഹദീസുകൾ അത്രയും വിശാലമായ അർത്ഥങ്ങളാണുള്ളത്. ഓരോ ഹദീസും വളരെ വിശാലമാണ്. അതുകൊണ്ട് തന്നെ ദീനിൻ്റെ ഏതൊരു മസലയും ഈ ഹദീസുകളുമായി എന്തെങ്കിലും തരത്തിൽ, ഈ 40 ഏതെങ്കിലും ഒരു ഹദീസുമായി, 42 ഹദീസുകളുണ്ട്, അതിലേതെങ്കിലും ഒന്നുമായി ബന്ധമുള്ളതായി നമുക്ക് കാണാൻ പറ്റും. ഇത് ശരിക്കും പഠിച്ചാൽ ഒരുപാട് എൽമ് നമുക്ക് കിട്ടും. ഹിഫ്ളാക്കാൻ സാധിക്കുന്ന ആളുകൾ ഹിഫ്ളാക്കുക. അങ്ങനെ ഹിഫ്ളാക്കിയാൽ നമ്മൾ എന്തൊരു കാര്യം മനഃപ്പാടമാക്കിയാൽ ആ മനഃപ്പാടമാക്കിയ വാക്കുകളുടെ അർത്ഥം നമ്മുടെ മനസ്സിൽ അത്രയും ഉറക്കും. അതിനെക്കുറിച്ച് നമ്മൾ കേട്ട കാര്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ടാകും.